എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ വെണ്ട കൃഷിയാണ് കേട്ടോ. വെണ്ടയുണ്ട്, ഇടയ്ക്ക് തുവര ഇത്രയും വലിപ്പമായി. തുവരയുടെ ചെറുപ്പത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇടയ്ക്കോടെ വെണ്ടയുണ്ട്. വെണ്ടേനെ തുവര അമക്കിയെന്ന് വേണേൽ പറയാം. ഈ വെണ്ട തന്നെ മുളച്ച് വന്നു കേട്ടോ. നേരത്തെ ഒരു വെണ്ട ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് ലാസ്റ്റ് കിടന്ന് മുളച്ച് വന്ന് പൊട്ടിത്തെറിച്ച് പോയി മുളച്ച് വന്നതാണ്. തന്നെ മുളച്ച് വന്നു. ഞാൻ നട്ടതല്ല കേട്ടോ. ഇതിലൊക്കെ പൂക്കളുണ്ട്. വെണ്ടയിലൊക്കെ പൂക്കളുണ്ട്. തുവരയ്ക്ക് ഈ പൊക്കം വെച്ചു. തുവര ഇത്ര അങ്ങ് ഇതാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിനകത്തോടെ കയറാനും പറ്റില്ല കേട്ടോ. നിരക്ക് ചെണ്ടുമല്ലിയാണ് കേട്ടോ. സാധാ ചെണ്ടുമല്ലിയാണ്, ഹൈബ്രിഡ് അല്ല. നിരക്ക് എൻ്റെ ഞാൻ കുറേ ദിവസം കൂടിയിട്ടാണ് വരുന്നത്. എൻ്റെ വെള്ളക്കാന്താരിയൊക്കെ പള്ള കയറി മൂടി ഒരു പരുവായി. ഇതിനൊക്കെ തെളിച്ച് റെഡിയാക്കി എടുക്കണം. എൻ്റെ തെങ്ങിൻ്റെ തട എടുത്തേക്കണം കേട്ടോ. പിന്നെ ഇതിന് വേറൊരു ഇഫക്റ്റ് ഉണ്ട്. ഇത് പൊട്ടാഷിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതാണ് പൊട്ടാഷിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വന്ന ഒരു മിസ്റ്റേക്കാണ്. തെങ്ങയിലൊറ്റ തേങ്ങയില്ല. നിറയെ കൊലകളുണ്ട്. ഉണ്ടാവണ മച്ചിങ്ങകളെല്ലാം പൊഴിഞ്ഞു പോവാം. കണ്ടോ, ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം കുറച്ച് പൊട്ടാഷ് ഇട്ടതിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ. ഇത് പുതിയൊരു കൊല വിരിഞ്ഞിട്ടുണ്ട്. തെങ്ങിൻ്റെ തടയെടുത്ത് ചവറ് വെട്ടിയിട്ടേക്കണതാണ് കേട്ടോ. കേട്ടോ, ഇതൊക്കെ തെങ്ങിൻ്റെ ചോട് കഴിഞ്ഞത് ഗംഗാബോണ്ടം തെങ്ങാട്ടോ. ഇതൊക്കെ എല്ലാ വർഷവും വളമൊക്കെ ഇട്ട് റെഡിയാക്കണ തെങ്ങാണ്. ഇപ്പോൾ മൂന്നാം വർഷം 2-ാം വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് വാങ്ങിച്ച തെങ്ങാണിത്, ഗംഗാബോണ്ടം. ഇതുവരെ ചൊട്ടയൊന്നും പൊട്ടിയിട്ടില്ല, കായിട്ടിട്ടില്ല. ഇത് തായ്ലൻഡ് കുള്ളനാണെന്ന് തോന്നുന്നു. അന്ന് ഏതൊക്കെയോ കുറേ തെങ്ങുകൾ വാങ്ങിച്ചിരുന്നു. ഇത് ഗംഗാബോണ്ടം എന്തായാലും. പിന്നെ ഇതൊക്കെ ചാവക്കാടൻ ഡ്വാർഫാണ് കേട്ടോ, കുള്ളൻ തെങ്ങ്. ഇതിൻ്റെ ചേനക്കൃഷി എല്ലാം എൻ്റെ ചേനകളാണ്. പക്ഷെ നിറയെ പുല്ല. ഒരറ്റം തൊട്ട് പുല്ല് വാങ്ങണം. ഓക്കെ, താങ്ക് യു.